മരുന്ന് കഴിച്ചിട്ട് ഭേദമില്ലാത്ത എല്ലാ രോഗത്തിനും അമ്മയുടെ ഒറ്റ വാക്കുകൊണ്ട് അമ്മ മാറ്റി കൊടുക്കും. കൽപ്പന. നമസ്കാരം, സുധീഷ് അമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിവിടെ വീണ്ടും ആണ്ടിപ്പാടത്താണുള്ളത്. ആണ്ടിപ്പാടത്ത് നമ്മുടെ മണിസ്വാമിയുടെ അടുത്താണ്. മണിസ്വാമിയുടെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിരവധി ആളുകൾ അതിന് കമന്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ എനിക്ക് ഇട്ടിരുന്നു. അപ്പൊ ഇവിടുത്തെ ആളുകളെ അതേമാതിരി കൽപ്പന ഇടണം എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ആ കൽപ്പന ഇവിടെ ആളുകൾ വരുന്നതും ദൂര പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അതായത് പെരുമ്പാവൂര്, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ കുറെ സ്ഥലത്തു നിന്ന്, വയനാട് അവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവരുടെ കൽപ്പന ഇടണം പറഞ്ഞിട്ട് എനിക്ക് വോയിസ് ആയിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ ആളുകൾ അയച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊരു കള്ളത്തരോ കാര്യങ്ങളോ അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ അവരുടെ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൽപ്പന നടക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാക്സിമം. അപ്പോ വിശ്വാസികളായ എല്ലാ ആളുകളും മാക്സിമം ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ അതേമാതിരി നമ്മുടെ ഇതേമാതിരി കുറെ ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോ ഈ ക്ഷേത്രത്തിന്റെ രണ്ടാമത് എടുക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഈ അമ്പലത്തിന്റെ പുതിയ വിശേഷങ്ങളും കൽപ്പനകളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിൽ ആണ്ടിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അമ്മദേവി ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ മണിസ്വാമി എന്ന് പറഞ്ഞുള്ള ദേഹത്ത് അമ്മ മഹാലക്ഷ്മി കയറിയിട്ട് കൽപ്പനകൾ കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു ആചാരം. അപ്പോൾ ആ കൽപ്പനകളെല്ലാം കറക്റ്റാണെന്ന് വിശ്വാസികൾ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നുള്ളു ഭസ്മം ഇവിടുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൂജിച്ച് ഒരു നുള്ളു ഭസ്മം കൊടുത്തു കഴിഞ്ഞാൽ ഏത് മാറാത്ത അസുഖവും മാറും എന്നാണ് ഭക്തർ പറയണത്. അതുപോലെ തന്നെ ഇവിടെ എത്ര വലിയ കൊടിയ ബാധയാണെങ്കിലും അതുപോലെ ശത്രുദോഷം മാറാനും ഇവിടെ വന്ന് ഈ കൽപ്പനകൾ കേട്ടാൽ കഴിയും എന്നാണ്. അതെല്ലാം അവിടെ വിശ്വാസികളാണ് കേട്ടോ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ നിങ്ങളെ കാണിക്കാം. ആളുകൾ പറയണത് ഇപ്പോൾ ഒരുപാട് ദൂരദേശത്തു നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, അതുപോലെ എറണാകുളം എന്നുള്ള തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വലിയ ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആളുകൾ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അവിടേക്ക് പോവുക. അവിടുത്തെ ടൈമും കാര്യങ്ങളും ഒക്കെ അവിടെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക കേട്ടോ. വലിയവനാണ് കൽപ്പന, വലിയവനാണ് കൽപ്പന. മുഴുവനും കേൾക്കണം. വലിയവൻ കേൾക്കാൻ വലിയ കുഞ്ഞിനേക്ക് കേൾക്കാൻ വലിയ കുഞ്ഞിനേക്ക് അമ്മ ചൊല്ലിയല്ലേ നിനക്ക് മനസ്സിലാവൂ. അമ്മ ചൊല്ലാതെ നിനക്ക് മനസ്സിലാവൂ കുഞ്ഞെ. നിന്നെ വിശ്വസിക്കാൻ പോകണമ്മ. എന്താ വിശ്വസിക്കേ നീ? അമ്മ വിശ്വസിച്ചാൽ നീ വിശ്വസിക്കേ കുഞ്ഞെ. നീയല്ലേ ചൊല്ലിയേ വിശ്വസിക്കാന്ന്? എന്തിനങ്ങനെ ചൊല്ലിയേ? അത് തെറ്റല്ലേ? പിന്നെന്തിനാ കുഞ്ഞങ്ങനെ ചൊല്ലിയേ? ഇത്രയും പ്രതീക്ഷിക്കില്ല നീ. എന്താ ശരിയല്ലേ? ഇങ്ങനെ ചൊല്ലുന്നത് പ്രതീക്ഷിച്ചതേ ഇല്ല നീ. അമ്മ മലയാള മണ്ണിലേക്ക് വന്നിരിക്കുവാണ് കുഞ്ഞെ. കൈലാസത്തിൽ നിന്നും അമ്മ വന്നു. തീർച്ചയായും ഇന്ന് കാണും. അമ്മ ഹനുമാനുമാകും അയ്യപ്പനുമാകും. വ്യക്തമായ കുഞ്ഞെ. ഇനി അങ്ങനെ ചൊല്ലണോ? അങ്ങനെ ചൊല്ലിയാൽ അമ്മ രക്ഷിക്കില്ല. എന്താ നിന്നെ രക്ഷിക്കണോ അമ്മ? അമ്മ മഹാലക്ഷ്മി രക്ഷിക്കണോ? എങ്കിൽ രക്ഷിക്കാം അമ്മ മഹാലക്ഷ്മി. ശരിക്കും രക്ഷിക്കാം. നീ നന്മയുള്ള മനുഷ്യനാണ്. എന്താ ശരിയല്ലേ? പക്ഷെ പറഞ്ഞാ കേൾക്കണില്ലല്ലോ നീ. അമ്മ പറയുമ്പോ നീ അമ്മയെ കളിയാക്കുകയാണല്ലോ. നിന്റെ അമ്മ ചെല്ലുമ്പോ എന്തിനാ അവളെ കളിയാക്കണേ? അപ്പൊ കളിയാക്കിയതോ എത്ര ശതമാനം തെറ്റായിരിക്കും അത്? അത് ഇപ്പോഴല്ലേ നിനക്ക് മനസ്സിലായേ?
വന്നപ്പോ മനസ്സിലായിരുന്നു അമ്മ ഇങ്ങനെ ചെല്ലുന്ന. അപ്പോഴെന്താ മനസ്സിലാക്കാതിരുന്നേ? അമ്മ ദൈവമാണ് കുഞ്ഞെ, എന്താ ശരിയല്ലേ? നിനക്ക് എപ്പോഴും വിശപ്പാണ്, എന്താ ശരിയല്ലേ? അമ്മ നോണ ചെല്ലിയോ? അമ്മ സത്യല്ലേ ചെല്ലിയത്? അമ്മ നോണ ചെല്ലാറില്ല കുഞ്ഞെ. അമ്മ മഹാലക്ഷ്മി നോണ ചെല്ലാറില്ല. ഇപ്പൊ മനസ്സിലായോ കുഞ്ഞെ? എപ്പോഴും വിശപ്പാണ് നിനക്ക്, ശരിയല്ലേ കുഞ്ഞെ? വിശക്കുന്ന സമയം കഴിക്കണം കുഞ്ഞെ, അപ്പോഴേ ശരിയാവൂ. വിശക്കുന്ന സമയം നീ കഴിക്കുന്നില്ല, അങ്ങനെ ആയാലും എങ്ങനെ ശരിയാവും കുഞ്ഞെ? എത്ര ശതമാനം കഴിക്കും? സത്യാണോ? 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 എന്റെ പേര് ഷീന. ഞാൻ വണ്ടാഴിന്ന് വരുന്നു. ഞാനിതിപ്പോ 3ാമത്തെ പ്രാവശ്യം വരുന്നു. അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാ. എനിക്ക് എന്റെ മക്കളുടെ കാര്യം പറഞ്ഞത് ശരിയാ. അത് കാരണം ഞാനിപ്പോ അവരെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇനിയും ഞങ്ങള് വരും. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട്, പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും വഴങ്ങില്ല, നല്ലൊരു പ്രൈസ് തന്നെ വീഴും. അധികം വഴുതില്ല, അധികം വഴുതില്ല, നല്ലൊരു പ്രൈസ് തന്നെ വീഴും. എന്നാ സന്തോഷായോ? ഇപ്പോഴാണ് നിനക്ക് സന്തോഷായേ. 3 തവണ വന്നിട്ട് അമ്മ ശരിയ, എന്താ ശരിയല്ലേ? 3ാമത്തെ തവണയാണ് അമ്മ ശരിയേ, എന്താ ശരിയല്ലേ? ഈ മനുഷ്യൻ ഇപ്പൊ നന്നായി കുഞ്ഞെ, ഇപ്പൊ വന്നതിന് ശേഷം നല്ല കുഞ്ഞായി മാറി, എന്താ ശരിയല്ലേ? പക്ഷേ ഇനി പണമാണ് വേണ്ടത്. വഴുതില്ല, അമ്മ ചൊല്ലിയതാണ്. പക്ഷേ പ്രാർത്ഥിക്കണം, അമ്മ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി എന്ന്. മനസ്സിലായോ കുഞ്ഞെ? വിശ്വാസം മനസ്സിൽ വേണം, മുഖത്തല്ല. ഇരുവരും മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ, എന്നും പ്രാർത്ഥന വേണം. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ഉദയപ്രഭ. ഉദയപ്രഭ. രമേശ് ബാബു. ഇവിടെ കുറെ ആയിട്ട് വരുന്നുണ്ടോ? 2ാമത്തെ ആഴ്ചയായിട്ടുള്ളൂ. കൽപ്പനയൊക്കെ സത്യമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ എനിക്ക് ഒരു 10-20 കൊല്ലമായിട്ട് ശരീരത്തിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടായി. അതിപ്പോ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോ തൊട്ട് മാറ്റമുണ്ട്. പിന്നെ കച്ചവടം ലോട്ടറി ഒന്നും ബാക്കിയാ. ഈ കഴിഞ്ഞ ബുധനാഴ്ച തൊട്ടുള്ളത് എല്ലാം വിറ്റ് പോയിട്ടുണ്ട്. അതല്ലേ? ഇവിടെ വന്നതിന് ശേഷം ഈ വന്നതിന് ശേഷം ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായില്ലേ? അപ്പൊ മാക്സിമം മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കണ്ട നമ്മള് അല്ലേ? നമുക്ക് പെരുമ്പാവൂരോ? പെരുമ്പാവൂര് 2ാമത്തെ തോട്ടം വരുന്നു അല്ലേ? 2ാമത്തെ വട്ടം വന്നു. പിന്നെ എപ്പോഴും വരും? അടുത്ത ആഴ്ച വരും. അവൻ നിന്നെ നോക്കണില്ല പെണ്ണേ, നിന്നെ ഉപേക്ഷിക്കാൻ നോക്കണവൻ, എന്താ ശരിയല്ലേ? നീ ചൊല്ലിട്ടാണോ ഈ കാര്യം നിനക്ക് ചൊല്ലി തന്നെ? വിശ്വാസം മനസ്സിൽ വേണം. അമ്മ മഹാലക്ഷ്മിയെ അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി എന്ന് വേണം വിളി. മനസ്സിലായ കുഞ്ഞെ? അത് അരയിൽ കെട്ടിക്കോളൂ. ഇതൊരു 3 നാള് വെള്ളത്തിൽ കലക്കി കുടിച്ചോളൂ. ശത്രുദോഷം അമ്മ തീർത്തു തരാം. മനസ്സിലായോ കുഞ്ഞെ? നീ വിഷമിക്കുന്നില്ല, മനസ്സറിഞ്ഞു വിളിച്ചോളൂ അമ്മ മഹാലക്ഷ്മിയെ അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി എന്ന്. മുഴുവനായി അമ്മ മാറ്റിത്തരാ. നല്ല കൽപ്പനയാണ്. കാര്യങ്ങളൊക്കെ നടന്നു. കാര്യങ്ങളൊക്കെ നല്ല ഇതിൽ നടക്കുന്നുണ്ട്. എന്തായിട്ട് എന്ത് അസുഖമായിട്ടാണോ? അസുഖങ്ങളുണ്ട്. പിന്നെ കുട്ടിക്ക് അസുഖമായിട്ട് വന്നിരുന്നു. ഞങ്ങൾ 4ാമത്തെ മാറ്റങ്ങളുണ്ട്. എവിടെ സ്ഥലം? എവിടെ? ഞങ്ങളിപ്പോ ചുങ്കംപട്ടിക്കാര്. ചുങ്കംപട്ടിക്കാര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരായാലും ഒക്കെ വേഗം കിട്ടിയെല്ലാം ശരിയാവും. 100% ഉറപ്പാണ് ഞങ്ങൾക്കത്. നമ്മളെ ശരിക്കും അമ്മ തന്നെയാണ്. നീ ശ്രദ്ധയോടെ തന്നെ അമ്മ നിന്റെ കാര്യം ചൊല്ലി തരാം. അത് അമ്മ നിന്നെ വിശ്വസിച്ചു തരാം. അതുപോലെ കുഞ്ഞെ, അപ്പോഴല്ലേ നിനക്ക് വിശ്വാസമാവൂ. നിനക്ക് വയ്യ കുഞ്ഞെ, എപ്പോഴും വയ്യ, എന്താ ശരിയല്ലേ? ഒന്ന് അനങ്ങാൻ പോലും നിനക്ക് വയ്യ.
ഇപ്പൊ വിശ്വാസം വന്നോ നിനക്ക്? എത്ര ശതമാനം വിശ്വാസം വന്നോ? അമ്മ മഹാലക്ഷ്മിയെ വിശ്വസിച്ചോളൂ, 100% വിശ്വസിച്ചോളൂ. അമ്മ നിന്റെ അസുഖങ്ങളെല്ലാം അമ്മ മാറ്റിത്തരാം. ഇന്ന് മുതൽ അസുഖം കാണില്ല. അതുപോലെ കുഞ്ഞെ, നീ നന്മയുള്ള മനുഷ്യനാണ്. എന്താ ശരിയല്ലേ കുഞ്ഞെ? പക്ഷേ നിന്നെ ആർക്കും വിശ്വാസമില്ല, അതാണ് സത്യം. എന്താ ശരിയല്ലേ? നീ നല്ലവനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായോ കുഞ്ഞെ? അത് കാരണമാണ് ചൊല്ലിയത്. അമ്മയ്ക്ക് മനസ്സിലായി നീ നല്ലവനാണെന്ന്. നിന്നെ പോലൊരു മനുഷ്യനെ ഈ ഭൂമിയിൽ തന്നെ കാണാൻ ലഭിക്കില്ല കുഞ്ഞെ. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് നീ. എന്താ ശരിയല്ലേ? പക്ഷേ പറഞ്ഞാ കേൾക്കുന്നില്ലല്ലോ നീ. ആര് ചൊല്ലിയാലും കേൾക്കില്ല. എന്താ ശരിയല്ലേ? എന്താ നോണ ചൊല്ലണോ നിനക്ക്? അമ്മ ചൊല്ലിയത് സത്യമല്ലേ? ശരിക്കുള്ള സത്യമല്ലേ? ആര് നോണ ചൊല്ലിയാലും അമ്മ സമ്മതിക്കില്ല. കാരണം അമ്മ മഹാലക്ഷ്മി തന്നെയാണ്. ഇപ്പൊ വിശ്വാസം വന്നു നിനക്ക്? അപ്പൊ പറഞ്ഞാ കേൾക്കണമെന്നില്ല കുഞ്ഞെ. പറഞ്ഞാ കേൾക്കണം കുഞ്ഞെ. ചിലര് ചൊല്ലുമ്പോ കേൾക്കണം, ചിലര് ചൊല്ലുമ്പോ കേൾക്കണമെന്നില്ല. മനസ്സിലായോ കുഞ്ഞെ? എല്ലാം തനിച്ച് തീരുമാനിച്ചാൽ കൊളാവും. ഇപ്പൊ കൊളായി, ഒക്കെ കൊളായി. കാരണം നീ തനിച്ചാണ് തീരുമാനിക്കുക. എന്താ ശരിയല്ലേ? കൊള്ളാവോ കൽപ്പന? നല്ല കൽപ്പനയാണോ ഇത്? ശത്രുദോഷമാണ് നിനക്ക്. അത് കാരണമാണ് വയ്യാത്തെ. നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുവാണ് ചിലര് ചേർന്ന്. മനസ്സിലായോ കുഞ്ഞെ? ശത്രുദോഷം അമ്മ ഒഴിവാക്കി തരാം. മാത്രമല്ല ഇന്ന് മുതൽ അസുഖം കാണില്ല. എന്താ സന്തോഷായോ? അമ്മ തരുന്ന വിഭൂതി അരയിൽ കെട്ടിക്കോളൂ. അരയിൽ കെട്ടിക്കോളില്ലേ കുഞ്ഞെ? കൈവശത്തിന് നമ്മ തരാ. അത് 3 നാള് അമ്മയെ ദേവി, അമ്മയെ ദേവി, അമ്മയെ ദേവി എന്ന് പ്രാർത്ഥിച്ച് തുള്ളി വെള്ളത്തിൽ കലക്കി കുടിക്കണം. 3 നാളും മത്സ്യമാംസങ്ങൾ പാടില്ല. വ്രതം വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അമ്മ തരൂ. മനസ്സിലായോ കുഞ്ഞെ? ഇപ്പൊ വിശ്വാസമായോ നിനക്ക്? എത്ര ശതമാനം? എവള് വന്നാലും അമ്മ ചൊല്ലും. യഥാർത്ഥ കാരണം ചൊല്ലും അമ്മ. കാരണം ചൊല്ലുക മാത്രമല്ല, അത് ഒഴിവാക്കി നൽകി കൊടുക്കും. അതുപോലെ കുഞ്ഞെ മുഴുവനായി തീർത്തു കൊടുക്കും. അമ്മ മഹാലക്ഷ്മിയാണ് കുഞ്ഞെ. വ്യക്തമായോ നിനക്ക്? ഞാന് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് ആദ്യം മാറ്റമൊന്നും കണ്ടില്ല. ഇപ്പൊ എനിക്ക് വിശ്വാസമായി. അമ്മ ദേവിയാണ്, ലക്ഷ്മിയാണ്. എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നു. അവിടെ ഇനി ഞാൻ വരാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ അമ്മ മഹാലക്ഷ്മിയാണ് കൽപ്പന. അമ്മ മഹാലക്ഷ്മി ദേഹത്ത് കയറിയിട്ടാണ് കൽപ്പന ചൊല്ലുന്നത്. എന്നും ദിവസം രാവിലെ 9 മണി മുതൽ 12 മണി വരെ. 12 മണി വരെ ആളുകളൊക്കെ 4 ദിവസം എന്നൊക്കെ വരുന്നുണ്ട് ആളുകൾ. മാത്രമല്ല വരുന്ന ആളുകളുടെ കാര്യങ്ങൾ മുഴുവനും അമ്മ നടത്തി കൊടുക്കുന്നുണ്ട്. അധികമുള്ള രോഗങ്ങളുള്ള ആളുകളാണ് വരുന്നത്. മരുന്ന് കഴിച്ചിട്ട് ഭേദമില്ലാത്ത എല്ലാ രോഗത്തിനും അമ്മയുടെ ഒറ്റ വാക്കുകൊണ്ട് അമ്മ മാറ്റി കൊടുക്കും കൽപ്പനയിൽ. ഇവിടെ വരുന്ന ആളുകളില്ലേ? ഇപ്പൊ ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലേ? അത് വരുന്നൊക്കെ വരുന്നു. പെരുമ്പാവൂര്, എറണാകുളം അല്ലെ? കുറെ ആൾക്കാരെ കണ്ടു. അങ്ങനത്തെ ആളുകളൊക്കെ എറണാകുളം, കോട്ടയം, കൊല്ലം, വയനാട്, കോഴിക്കോട്, അങ്ങനെയുള്ള ഭാഷകളില്ല. അമ്മ ഒറ്റയടിക്ക് തീർത്തു കൊടുക്കുക ചെയ്യണം. ഒറ്റ തവണ വന്നാൽ തന്നെ അവർക്ക് കൽപ്പന കേൾക്കുമ്പോ തന്നെ തൃപ്തിയാവും. അവര് വന്ന് നിന്നാൽ മതി. അവരെ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു കൊടുക്കും. യഥാർത്ഥ കാരണം എന്താന്നുള്ളത് കൃത്യമായി അമ്മ പറഞ്ഞു. പിന്നെ ജാതിഭേദം അത് ചോദിക്കണം. ഇവിടെ അങ്ങനെ മതം ജാതിഭേദം ഏത് മതസ്ഥർക്കും ഇവിടെ വരാം. കാരണം എല്ലാരും നമ്മള് മനുഷ്യന്മാരല്ലേ. എല്ലാവർക്കും വേണ്ടേ?
അപ്പൊ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത എന്ത് സൂക്കടായാലും അത് അമ്മ മാറ്റി കൊടുക്കുന്നുള്ളത് ഫുൾ ഗ്യാരണ്ടിയാണ്. അത് ഞാൻ ഗ്യാരണ്ടി പറയും. പിന്നെ വീട്ടില് വഴക്കുള്ള ആളുകളുണ്ട്, കലഹം, കലകളുള്ളത്, കുടിച്ചു നടക്കുന്ന ആളുകള്, പിന്നെ പറഞ്ഞാൽ കേൾക്കാത്തത്, പിന്നെ മംഗല്യം കഴിയാത്തത്, പിന്നെ മക്കളാവാത്തത്, പിന്നെ ഓരോ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അമ്മയെ കൽപ്പന കേട്ട ഒരു കൽപ്പന കേട്ടാൽ തന്നെ അവർക്ക് തൃപ്തിയാവും. അമ്മ മഹാലക്ഷ്മി, അതായത് അമ്മ മഹാലക്ഷ്മി ഇപ്പൊ പിന്നെ ദേഹത്ത് വന്ന് കൽപ്പന ചെല്ലാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷം ആവണേയുള്ളൂ. അമ്മ എവിടുന്നാ വന്നത് ചോദിച്ചപ്പോ കൈലാസത്തിൽ നിന്നും വന്നതാന്ന് അമ്മ പറഞ്ഞത്. അപ്പോ അമ്മ അങ്ങോട്ട് ചൊല്ലും. അമ്മ അത് എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അമ്മ അങ്ങോട്ട് ചൊല്ലും. അമ്മ ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് ഈ വായത് വർത്തമാനം പറയും അമ്മ കയറിയിട്ട്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ കൽപ്പനയ്ക്ക് വന്നാൽ തന്നെ ആളുകൾക്ക് തൃപ്തിയാവും. തീർച്ചയായിട്ടും അമ്മ അങ്ങോട്ട് അമ്മ പറഞ്ഞു കൊടുക്കും. അവരിങ്ങോട്ട് വെറുതെ നടക്കി വന്ന് നിന്നാൽ മതി, മുഴുവനും പറഞ്ഞു കൊടുക്കും. അമ്മ മഹാലക്ഷ്മി തീർത്തു കൊടുക്കുന്നുള്ള ഫുൾ ഗ്യാരണ്ടിയാണ്. അത് ഞാൻ ഉറപ്പു തരാം. അമ്മ അത് തീർത്തു കൊടുക്കും. ഞാനല്ലട്ടാ, ഞാൻ ദൈവമൊന്നുമല്ല, ഞാൻ സാധാ മനുഷ്യനാണ്. ഞങ്ങളെ പോലെ സാധാ മനുഷ്യനാണ്, അല്ലാതെ ഞാൻ ദൈവമൊന്നുമല്ല. 2 മാലട്ട് ഒരു 10 കെട്ടിന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മള് സാധാ മനുഷ്യനാണ്. കുറച്ച് ജടകൾ ഉണ്ടായി, അതൊക്കെ അമ്മ ഉണ്ടാക്കി തന്നതാണ്. അപ്പൊ അമ്മ മഹാലക്ഷ്മിയാണ് കൽപ്പന. അപ്പൊ അമ്മയ്ക്ക് ഇവിടെ വഴിപാട് എന്താ ചോദിച്ചാൽ അമ്മയ്ക്ക് പാലും പഴത്തിന് സമർപ്പിക്കുക, അത്രേ ഉള്ളൂ വഴിപാട്. അല്ല വേറെ ചെലവും കാര്യങ്ങളൊന്നുമില്ല. അത് അമ്മ പറയുമ്പോ മാത്രം അമ്മ പറഞ്ഞാൽ അവിടെ നമ്മൾ കൈപിടിച്ച് വരണോ? ഇല്ലല്ല, അതൊന്നും വേണം. കൈപിടിച്ച് വരണോ അത് അമ്മ പറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ അതും വേണമെന്നില്ല. അമ്മ പറയാണ് അമ്മ മഹാലക്ഷ്മിക്ക് പാലും പഴത്തിന് സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞാല് മാത്രം സമർപ്പിക്കും. അല്ലാതെ വേറെ ചെലവും കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് വരാം. ജാതി ഭേദം ഒന്നുമില്ല. ദിവസം രാവിലെ 9 മണി മുതൽ 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെയാണ് കൽപ്പന. ദിവസം രാവിലെ തൊട്ട് 12 മണി വരെ ഉള്ളൂ. പിന്നെ വൈകുന്നേരത്തില്ല. അപ്പൊ വരുന്ന ആളുകള്, ദൂരത്തൊക്കെ വരുന്ന ആളുകള് 12 മണിന്റെ ഉള്ളിൽ എത്തണം. ഇവിടെ അതേപോലെ ഈ ഭസ്മം നമ്മളിവിടുന്ന് പോയിച്ചു കൊടുക്കണം, ഭസ്മം കഴിച്ചിട്ട് അസുഖങ്ങൾ മാറേണ്ട ഒരു ഇതുണ്ട്. എങ്ങനെയാ അതിന്റെ? അത് അമ്മ കൽപ്പന സമയത്ത്, അമ്മ മഹാലക്ഷ്മി കൽപ്പന സമയത്ത് അവർക്ക് അരയിൽ കെട്ടാൻ കൊടുക്കുകയും, അപ്പൊ ഏത് അസുഖം ഒറ്റ വാക്കിൽ തന്നെ ആ ഭസ്മം കിട്ടിയാൽ തന്നെ മാറും. പിന്നീട് അവർക്ക് നല്ല ഉഷാറാവും, നല്ല ഉറക്കം കിട്ടും, പണി ചെയ്യാനുള്ള ആരോഗ്യം കിട്ടും. ആയുസ്സും ആരോഗ്യം കൊടുക്കണ്ട അമ്മ. അത് നേരിട്ട് വന്ന് അമ്മരെ നടക്കി വന്ന് അമ്മ അത് കൊടുക്കുക, ഒറ്റ അടിക്കാണ്ട് കൊടുക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, കൈവശത്തിന് 3 ദിവസം ഭസ്മം കലക്കി കൊടുക്കും. അത് വെള്ളത്തിൽ കലക്കി അമ്മേ ദേവി അമ്മേ ദേവി അമ്മേ ദേവി എന്ന് പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിനെ വിചാരിച്ച് തുള്ളി വെള്ളത്തിലിട്ട് കലക്കി കുടിക്കുക. ഒരു 3 നാൾ അത് കൈവശം പോയി. ഒരു ചെലവില്ല, വേറെ ഒരു ചെലവില്ല. അമ്മ മഹാലക്ഷ്മി 100% ഇവിടുന്ന് കൽപ്പനയിൽ മാറ്റി തരുന്നുള്ളത് ഉറപ്പന്നെയാണ്. അത് നമുക്ക് ഗ്യാരണ്ടി. എല്ലാ പ്രശ്നത്തിനും മരുന്ന് കഴിച്ചിട്ട് ഭേദമില്ലാത്ത എല്ലാ രോഗത്തിനും അമ്മയുടെ മകളിൽ വന്നാല് അമ്മ കൽപ്പന ചൊല്ലി യഥാർത്ഥ കാരണം ചൊല്ലിത്തന്ന് ആ കാരണം തീർക്കാൻ തരും. ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ വന്നാലും വേണ്ട, എന്തായാലും വേണ്ട, ഈ മറ്റുള്ള എന്ത് പ്രശ്നത്തിനും വന്നാലും വേണ്ട, അമ്മ മാറ്റി തരുന്നുള്ള ഗ്യാരണ്ടി. അമ്മ മഹാലക്ഷ്മിയുടെ ധൈര്യമായിട്ട് ആളുകൾക്ക് വരാം. അമ്മ എല്ലാരും രക്ഷിച്ചു വിടുന്ന എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇവിടെ അമ്മയുടെ അവിടെ അമ്മ കൽപ്പന പറയാൻ കയറി കഴിഞ്ഞാൽ പുറത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ എപ്പോഴും ഇവിടെ പുറത്തുണ്ടാവും. അമ്മ ഉറപ്പാണ്, അമ്മ എല്ലാരും രക്ഷിച്ചു വിടുന്ന എനിക്ക് ഉറപ്പാണ്. അമ്മയുടെ ഒരൊറ്റ വാക്കിലാണ് അമ്മ മാറ്റി കൊടുക്കുന്നത്. നമ്മുടെ ഭസ്മം കെട്ടിയാൽ തന്നെ അവരുടെ അസുഖമൊക്കെ മാറി കിട്ടുന്നുണ്ട്. എല്ലാരും നല്ല അഭിപ്രായങ്ങളാണ് ഇവിടെ വന്ന് പറയലും വിളിക്കണവരും. ഓപ്പറേഷൻ പറഞ്ഞവരമ്മ അതില്ലാതെ ചെയ്തു കൊടുക്കുന്നുണ്ട്.